നാളെയാണ് നമ്മുടെ റിലീസ്. ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും ആ സമയത്ത്? ഇന്ന് രാത്രിയാണ് യുഎസിലെ. എനിക്ക് തോന്നുന്നു അവിടുത്തെ സമയം ഇവിടുത്തെ 11:30 11:45 റിലീസ്. ഓക്കെ ഓക്കെ. അവിടെ കാണുന്നുണ്ടോ അതോ? എല്ലാവർക്കും നമസ്കാരം. ആന്റി സംഘടനയിലേക്ക് സ്വാഗതം. ആന്റി സംഘടനയാണല്ലോ, അമ്മ എന്നൊന്നും വിളിക്കില്ല. ആന്റി എന്നൊക്കെ ആകുമ്പോൾ വീണ്ടും കുഴപ്പമില്ല, കാരണം അമ്മ അത് കുത്തിത്തിരിപ്പാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം. അൻസിബ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവളായിട്ട് ആക്രമിക്കുകയാണ്. ഇവർ ചേരി തിരിഞ്ഞിപ്പോൾ തമ്മിലടിയാണ്. അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അൻസിബയുടെ ടീമിനാണ്, വേറെ ഒന്നും കൊണ്ടല്ല, അവള് ജനുവിനാണ്. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലക്ഷ്മി പ്രിയ, ബുള്ളറ്റിൽ എവിക്റ്റ് ആയി പോയ, ബിഗ് ബോസിലെന്ന് പോയ ലക്ഷ്മി പ്രിയ, പിന്നെ ഓപ്പോസിറ്റിലെ മിന്നൻ താരൻ ടിനി ടോം ഒക്കെയാണ് നിൽക്കുന്നത്. ഈ ലക്ഷ്മി പ്രിയക്കെതിരെ കേസൊക്കെ കൊടുക്കുന്നുണ്ട്. ആര്? അൻസിബ കേസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നഷ്ടപരിഹാരം 1 കോടിയൊക്കെ ചോദിക്കുന്നുണ്ട്. 1 കോടിയിലൊന്നും നിർത്തണ്ട. ഇതിനെല്ലാം കാട്ടപരാധങ്ങളെല്ലാം പിടിച്ചിട്ട്, ഫീൽഡ് ഔട്ട് സ്റ്റാറുകളെല്ലാം പിടിച്ചിട്ട് ഇടിച്ചണ്ണായി കൊടുക്കണമെന്ന് തന്നെ എനിക്കും പറയാനുള്ളത്. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഞാനൊന്ന് കൊടുക്കാം. അഭിനേതാക്കളുടെ സംഘടനയിലെ ചേരിപ്പോരിൽ തന്റെ പരാതി കേൾക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന അൻസിബയുടെ ആവശ്യം അമ്മ പരിഗണിച്ചേക്കില്ല. രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, മാലാ പാർവതി എന്നിവരുൾപ്പെടുന്ന സമിതി വേണമെന്നായിരുന്നു അൻസിബയുടെ ആവശ്യം. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയതിന് നടി ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തറ വനിതാ പോലീസ് സ്റ്റേഷനിലെ SI-ക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അൻസിബ ഇന്നലെ ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ഇതിൽ പോലീസിന്റെ തുടർ നടപടികൾ ഇന്നറിയാം. അഖില നന്ദകുമാർ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഖില, ഗുഡ് മോർണിംഗ്. ഇന്ന് കൊച്ചിയിലേക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പോലീസ് അന്വേഷണം ഏത് രീതിയിൽ നടക്കും? അമ്മ അൻസിബയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ ജനറൽ ബോഡി വരെ തൽക്കാലം നിശബ്ദത പാലിക്കുപോയത്. അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല PG. നിലവിലെ അമ്മ സംഘടനയുടെ സംഘടനാ ശേഷി വെച്ച് പ്രശ്നപരിഹാരം എളുപ്പത്തിൽ സാധ്യമാകില്ല. അടുത്ത മാസം തന്നെയാണ് ഈ ജനറൽ ബോഡി യോഗം നടക്കുന്നത്. അതിൽ ഒരു അടിച്ചു പിരിഞ്ഞ് കാര്യങ്ങൾ വലിയ രീതിയിൽ വാക്കുതർക്കത്തിലേക്ക് പോകുമോ, നിലവിലെ ഭരണസമിതി മാറി വരുമോ, അതൊക്കെയാണ് ഇനി നോക്കിക്കണ്ട് അറിയേണ്ടത്. നിലവിൽ അൻസിബ നൽകിയ പരാതി കൊച്ചി പോലീസിലേക്ക് എത്തിയിട്ടില്ല. അതിനുശേഷമായിരിക്കും തൃപ്പൂണിത്തറ വനിതാ പോലീസ് സ്റ്റേഷനിലെ SI എന്തുകൊണ്ട് അങ്ങനെ പെരുമാറിയെന്ന കാര്യത്തിൽ വ്യക്തത വരൂ. എന്തായാലും നിലവിൽ ലക്ഷ്മിപ്രിയയും ഒപ്പം തന്നെ അൻസിബയും തമ്മിലുള്ള പ്രശ്നം, ചില ദുസ്സൂചനകൾ വലിയൊരു മെസ്സേജ് അയച്ചു. അതിൽ ചില പരാതികൾ ലക്ഷ്മിപ്രിയയ്ക്കുണ്ടായി. അൻസിബയോട് നേരിട്ട് ചോദിക്കാതെ വനിതാ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. വനിതാ പോലീസ് അൻസിബയെ നേരിട്ട് വിളിച്ചു വരുത്തി വളരെ മോശമായ രീതിയിൽ ഹരാസ് ചെയ്തു. 3 മണിക്കൂറോളം സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിൽ വലിയ മാനസിക വിഷമം തനിക്ക് ഉണ്ടായെന്നാണ് അൻസിബയുടെ പരാതി. അത് പ്രകാരമാണ് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടടക്കം, തൻ്റെ മനോവിഷമത്തിന് ഒരു പരിഹാരം കാണണം, അതിൽ 1 കോടി രൂപ അടക്കം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. അതിലൊരു തുടർ നടപടി എന്താകുമെന്ന് ഈ ദിവസങ്ങളിൽ അറിയാൻ കഴിയും. പക്ഷെ അതോടൊപ്പം തന്നെയാണ് അമ്മ സംഘടനയ്ക്കുള്ളിലെ ചേരിപ്പോരിൽ എന്തായാലും ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നൊരു സൂചനകൾ തന്നെ പുറത്തു വരുന്നത്. ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം നിലവിൽ അൻസിബ പറഞ്ഞിരിക്കുന്നത് ഒരു 3 അംഗ പ്രത്യേക സമിതി, ആവശ്യപ്പെടുന്ന ഒരു സമിതി അവരെ കേൾക്കണമെന്നുള്ളതാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അവർ പറയുന്ന പേരുകൾ മാലാ പാർവതി, ധ്യാൻ ശ്രീനിവാസൻ, ഒപ്പം രമേശ് പിഷാരടി, ഇവർ 3 പേര് തിരക്കുള്ളവരാണ്, കൊച്ചിയിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് അവർ പറയുന്ന രീതിയിലേക്ക് അവരെ കേൾക്കണമെന്നത് നിലവിലെ ഒരു പ്രായോഗികതയിൽ നടക്കുന്ന കാര്യമല്ല എന്ന് തന്നെ തീർത്ത് പറയുന്ന അമ്മ സംഘടനയുടെ ഭാരവാഹികൾ. അത് അവർക്കെതിരെ, കുക്കു പരമേശ്വരനെതിരെ ഒക്കെ തന്നെ ആരോപണ വിധേയരായിട്ടുള്ള പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആരെ കേൾക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കകളുണ്ട്. പക്ഷെ അതേസമയം മുതിർന്ന താരങ്ങൾ, മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ പൂർണ്ണമായും വിഷയത്തിൽ നിന്ന് അകലം പാലിക്കുകയാണ്. സാമ്പത്തിക ക്രമക്കേടുണ്ട്, വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, അതിൽ അവർ ഇടപെടേണ്ട ഒരു സാഹചര്യമില്ല തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ ബോഡിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾക്കൊരു അന്തിമ സമയം. അതുവരെ ഇതുപോലെ കാര്യങ്ങൾ പരസ്പരം ചെളി വാരിയെറിഞ്ഞ് കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഇനി അറിയുന്നത്. ഓക്കെ, ഇവിടെ ലാലേട്ടനോ മമ്മൂക്കയൊന്നും ഇടപെടത്തില്ല. അതിന്റെ റീസൺ ജെന്യൂൻ റീസൺ ആണ്. ഇമ്മാതിരി തീട്ട കേസിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ ലാലേട്ടന്റെ അവസ്ഥയാണ് പരിതാപകരം. അഭിഹിതമാണ്, അൻസിബയായിട്ട് അഭിഹിതം എന്ന് പറഞ്ഞ് കഥ വരെ അടിച്ചിറക്കിയിട്ടുണ്ട്. ഈ ടിനി ടോമൊക്കെയാണ് അതിന്റെ പിന്നിലെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാടെ, നല്ല അടിപൊളി. ടിനി ടോം ജിഹാദിയാക്കി, ലാലേട്ടനായിട്ട് അഭിഹിതം, അടുത്ത് അവളുടെ 2ാം അച്ഛനുമായിട്ട് അഭിഹിതം. നിനക്ക് ആരെടുത്തടെ അഭിഹിതം ഉള്ള കാര്യം ചോദിക്കുമല്ലോ. എന്തായാലും കൊള്ളാം ടിനിയേട്ടൻ ഒരു കലാകാരൻ മാത്രമല്ല, കൊലാകാരനും കൂടിയാണ്. നല്ല ഒന്നാന്തരം ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോ. എന്തായാലും ലക്ഷ്മിപ്രിയക്കെതിരെയും മറ്റു പോലീസുകാർക്കെതിരെയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവളെ 3 മണിക്കൂറോളം അവിടെ ഇരുത്തി ഹരാസ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ കൊടുത്ത് ഇവളുമാർ രണ്ടും കൂടി, അതായത് ആ പോലീസുകാരിയും ഈ പറയുന്ന ലക്ഷ്മിപ്രിയയും കൂടി 1 കോടി ഡിവൈഡ് ചെയ്ത് 2പേരും കൂടി കൊടുക്കണം. ആ രീതിയിൽ കേസായിട്ട് പോകണം. അല്ലാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അൻസിബ ആയാലും ഒരു സെറ്റിൽമെന്റിനോ കാര്യങ്ങൾക്കൊന്നും വഴങ്ങരുത്. ചിലപ്പോൾ 1 കോടിയിൽ ഒരു 50 ലക്ഷം 10 ലക്ഷം തരാമെന്ന് പറഞ്ഞ് ഒതുക്കി വിട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒതുങ്ങി പോകരുത്. കേസായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അല്ലാണ്ട്
ഇത്രയും വലിയ കത്തിച്ച് നാട്ടുകാരുടെ സപ്പോർട്ടെല്ലാം പിടിച്ചേറ്റ് കഴിഞ്ഞാൽ ഇനി ഇതൊരു ഒത്തുതീർപ്പിൽ കൊണ്ടുപോയി ആ ഒരു സെറ്റപ്പിൽ പോകില്ല. കേസായിട്ട് തന്നെ പോകണം. ഇവൾക്കൊക്കെ എതിരെ പോകണം. ആ ലക്ഷ്മി പ്രിയക്ക് അല്ലെങ്കിലും ചൊറിച്ചിലാണ്. അവർക്ക് നാട്ടുകാരൊന്നാ പ്രാവി കൊണ്ട് നടക്കാനാണ് അവർക്ക് സമയം. അങ്ങനെ ഒരു സാധനമാണ് അത്. ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്ന. നമുക്ക് വേറൊരു ന്യൂസ് ക്ലിപ്പോട് കാണാം. നടൻ ടിനി ടോമിനെതിരായ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതി വേണമെന്ന അൻസിബയുടെ ആവശ്യം താരസംഘടനയായ അമ്മ പരിഗണിച്ചേക്കില്ല. പരാതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരിഗണിക്കും. അൻസിബയുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ലെന്നാണ് ഭൂരിഭാഗം ഭാരവാഹികളുടെയും അഭിപ്രായം. ഷിന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷിന, അൻസിബയെ കേൾക്കാൻ അമ്മ തയ്യാറായെങ്കിൽ പോലും അൻസിബ ഉന്നയിച്ച ഒരു പ്രത്യേക കമ്മിറ്റി വേണം, രമേശ് പിഷാരടി അടക്കം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരം ആവശ്യങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാട്. പക്ഷേ അൻസിബയെ കേൾക്കുക മാത്രം ചെയ്യാമെന്നുള്ളൊരു നിലപാടിലേക്കാണോ അമ്മ എത്തുന്നത്? തീർച്ചയായും ദിൽസി, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അതായത് പ്രത്യേകമായ ഒരു സമിതി രൂപീകരിച്ച് അൻസിബയെ കേൾക്കേണ്ടതില്ല, അതിനുള്ള ഒരു പണം മുടക്കാൻ ഇതിനില്ല, അതിനുള്ളൊരു പണത്തിനായി അമ്മയിലില്ല എന്നുള്ള രീതി തന്നെയാണ് അമ്മ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇന്നലെയായിരുന്നു അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നടന്നത്. ആ കമ്മിറ്റി യോഗത്തിൽ ഭൂരിഭാഗം കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ അൻസിബയെ കേൾക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതി വേണ്ട, കാരണം രൂപീകരിച്ചിട്ടുള്ള സമിതിയുണ്ട്, ആ സമിതിയിൽ കേട്ടാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ അൻസിബയുടെ ആവശ്യം ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന കുക്കു പരമേശ്വരനും അതുപോലെ തന്നെ പ്രസിഡന്റ് ശ്വേതാ മേനോനും മാറി നിന്ന്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി നിന്ന് തന്നെ കേൾക്കണം, ഒരു പ്രത്യേക സമിതി രൂപീകരിക്കണം. അത് രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ മാലാ പാർവതി, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ നിഷ്പക്ഷമായി പെരുമാറുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അംഗങ്ങളെ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിക്കണം. ആ സമിതി തന്നെ കേൾക്കണം എന്നുള്ളതായിരുന്നു പ്രധാനമായും അൻസിബ അമ്മയിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം. പക്ഷേ ആ കാര്യം അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഓരോ പ്രശ്നം വരുമ്പോഴും ഇത്തരത്തിലൊരു സമിതി രൂപീകരിക്കാനും ഓരോ പ്രശ്നം വരുമ്പോഴും ഒരു പ്രത്യേക ആളുകളെ കേൾക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്നതിനും അമ്മയ്ക്ക് താല്പര്യമില്ല. അത് അമ്മയുടെ ശീലമല്ല. അങ്ങനെ ഒരു നിയമം അമ്മയിലില്ല എന്നുള്ള ആ ഒരു പ്രസ്താവനയിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണ് അമ്മ നേതൃത്വം. അങ്ങനെ വരുമ്പോഴാണ് ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തുടരുക തന്നെയാണ്. ഇന്നും അൻസിബയുടെ ആവശ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന ഉണ്ടാകുമോ എന്നുള്ളത് പറയണം. പക്ഷേ എന്നാൽ ഇതൊന്നും അൻസിബയെ നേരിട്ട് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം അൻസിബ ഹാജരാവണം. അൻസിബയെ കേൾക്കാൻ അമ്മ നേതൃത്വം തയ്യാറാണ് എന്നാണ് അൻസിബയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് പറ്റില്ല. 1-ാം തീയതിയിൽ ഒന്നുകിൽ 1-ാം തീയതി ഹാജരാകാം, അതല്ലെങ്കിൽ 7-ാം തീയതിക്ക് ഹാജരാകാം. പക്ഷേ അമ്മയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് മുന്നിൽ ഹാജരാകില്ല എന്നുള്ളതാണ് നിലവിൽ അൻസിബ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ അൻസിബയുടെ സ്ഥാനത്തോ അല്ല നയൻതാരയോ അല്ലെങ്കിൽ തമന്നയോ തൃഷയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ സമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, പ്രത്യേക സമിതിയൊക്കെ ഉണ്ടാക്കി, പ്രത്യേക ചർച്ചയൊക്കെ നടത്തി വലിയ സംഭവമൊക്കെ ആക്കിയേനെ. അൻസിബ അവൾ വലിയ നടിയൊന്നും അല്ലല്ലോ. ബിഗ് ബോസിൽ പോയിട്ടുണ്ട്, പിന്നെ ദൃശ്യത്തിലുണ്ട്, പിന്നെ കുറച്ച് സിനിമയിലുള്ള ചെറിയൊരു നടി അല്ലേ. ആയിരിക്കണം എന്നല്ല, ആണ്. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ പ്രത്യേക സമിതിയൊന്നും വേണ്ട. ഒരു പെണ്ണിന് ഒരു സംഘടനയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി, അവളെ വച്ചിട്ടില്ലാത്ത കഥ അത് ലാലേട്ടനായിട്ട് വെച്ച് പറഞ്ഞു, അടുത്ത് അവളുടെ രണ്ടാം അച്ഛനുമായിട്ട് വെച്ച് പറഞ്ഞു. ഇതിനെല്ലാം പുറമെ പല അപരാധങ്ങളും അവളെ പറ്റി പറഞ്ഞുണ്ടാക്കി പല രീതിയിൽ അവളെ തകർത്തു മാനസികമായിട്ട്. എന്നിട്ട് ഇതിന് പുറമെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് 3 മണിക്കൂറോളം ഇരുത്തി അവിടെ ഹരാസ് ചെയ്യപ്പെട്ടു. ലക്ഷ്മി പ്രിയ കേസ് കൊടുത്തു. അങ്ങനെ കുറേ സംഭവങ്ങൾ അവളുടെ ലൈഫിൽ നടന്നു ഈ അമ്മ സംഘടനയിൽ ഉണ്ടായിരുന്നതിനെ തുടർന്നിട്ട്. ഇതിനെല്ലാം പുറമെ ജിഹാദിയാക്കി അവള് മതത്തിന്റെ പേര് പറഞ്ഞ് കളിക്കുന്നെന്നും അവള് മതത്തിലോട്ട് ആളെ ചേർക്കാൻ വന്നെന്നും ഇങ്ങനത്തെയൊക്കെ ഒരുപാട് സംസാരങ്ങളുണ്ടായി. അപ്പൊ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ അവിടെ ആർക്കും സമയമില്ല. പ്രത്യേക സമിതിയൊന്നും വേണ്ട, ഇപ്പോൾ ഉള്ളവരൊക്കെ മതി. ഇത് വേറെ ഏതെങ്കിലും പ്രമുഖ നടിയായിരുന്നെങ്കിലോ അല്ലെങ്കിൽ പ്രമുഖ നടനായിരുന്നെങ്കിലോ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ പെരുമാറുന്നത്? അല്ല. അതാണ് ഇവിടെ പണവും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വാല തൂങ്ങി കൂടെ നടക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇതിപ്പം ഈ അമ്മ സംഘടനയിൽ നമ്മുടെ നയൻതാര ഉണ്ടെന്ന് വെച്ചോ. നയൻതാരയ്ക്കാണ് ഇങ്ങനത്തെ ഒരു വിഷയം വന്നതെങ്കിൽ പ്രത്യേക സമിതി ഉണ്ടാവുമായിരുന്നു. അവിടെ ലാലേട്ടനെത്തും മമ്മൂക്ക എടുത്തും എല്ലാവരും എത്തുമായിരുന്നു. അത്രയും വലിയ സമിതി ആയേനെ. ഇതിപ്പം പറ്റത്തില്ലല്ലോ, അൻസിബയല്ലേ അവളായി ഈ ഒരു സെറ്റപ്പ് സാധനം. നിങ്ങളെ സംഘടനയ്ക്കകത്ത് തന്നെ നിങ്ങളുടെ സംഘടനയിലുള്ളവരെ വിലയില്ല, ആ ഒരു രീതിയിലൊക്കെയാണ് കാണുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസനായാലും പിഷാരടിക്കായാലും ഇവർക്ക് എല്ലാവർക്കും കൂടെ സംസാരിച്ച് ഒരു ദിവസം മീറ്റ് ചെയ്ത് സമിതി സെറ്റ് ചെയ്ത് ഇതിനെ കേൾക്കാൻ ഇരുന്നൂടെ? ഇവരൊക്കെ ഉള്ളതല്ലേ ഈ സംഘടനയിൽ, ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ട് ഇരിക്കുന്നതല്ലേ സംഘടനയ്ക്ക്. അപ്പൊ അവർക്കൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് ഇരുന്നൂടെ?
എന്താണെന്ന് നോക്കിയിട്ടൊന്നും പരിഹാരം കാണാനായിട്ട് ഇരുന്നൂടെ? അതിനൊന്നും ആർക്കും സമയമില്ല. അവരെല്ലാവരും ഭയങ്കര തിരക്കില്ല. ആർക്കും ഒരു ദിവസം ഇരിക്കാൻ വയ്യ. ഇതേ പ്രശ്നം ലാലേട്ടനോ മമ്മൂക്കയ്ക്കോ വേറെ എന്തെങ്കിലും പ്രശ്നം വന്ന് നോക്കട്ടെ, ഇവരെല്ലാവരും പറന്നെത്തും. എല്ലാവർക്കും പ്രത്യേക സമിതി 40 സമിതി വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാക്കും. ലാലേട്ടന് മമ്മൂക്കയ്ക്ക് ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇതിപ്പോൾ അൻസീബയല്ലേ, അവളെ എവിടെ തന്നടി? ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ പിടിച്ചു വെച്ചിട്ടുള്ളത്. അതാണ് പറയുന്നത്, ഇവിടെ നമ്മുടെ സമൂഹത്തിൽ പണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിലയും വിലയും കിട്ടും, അല്ലെങ്കിൽ ഒരു തേങ്ങയും കിട്ടത്തില്ല, വെറും 7 വിലയായിരിക്കും. ഉള്ള കാര്യം പറയാമല്ല, അത്രേ ഉള്ളൂ. പണമുണ്ടോ നിനക്കിവിടെ വിലയുണ്ട്, ഇല്ല. അല്ലെങ്കിൽ നിനക്ക് ആ രീതിയിലുള്ള പ്രശസ്തി ഉണ്ടോ നിനക്കിവിടെ വിലയുണ്ട്, അല്ലെങ്കിൽ അതുമില്ല. ഇതാണ് അവസ്ഥ. എന്തായാലും കൊള്ളാം, നല്ല കളക്കൻ സംഘടന. പേര് മാറ്റി ആൻറ്റി ഒന്നും ഇല്ലടേ, അതാണ് നല്ലത്. അതാകുമ്പോൾ കുഴപ്പമില്ല. ഇനി ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ വെച്ചിട്ടുള്ള ഒരു വോയിസ് ഉണ്ട്, ആ വോയിസ് ഞാൻ ഒന്നുകൂടി വെക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനക്കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ കുറെ ഫെമിനിസ്റ്റുകൾ അറക്കൽ, അവളൊക്കെ പോലത്തെ കടയാടി മക്കൾ വേറെ ഏതൊക്കെ കേസിൽ കൊച്ചിനെ പ്രസവിച്ചെടുത്ത് ജനൽ വെളിയിൽ എറിഞ്ഞതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ നടക്കുന്നു. അങ്ങനത്തെ കുറെ കടയാടി മക്കളുണ്ട്. നീയൊക്കെ എവിടെയാടി നിന്റെയൊക്കെ ഫെമിനിസം കൊണ്ട്? ഇവിടെ അൻസിബ അവളൊരു സ്ത്രീയാ, അവള് അനുഭവിക്കുന്ന നീയൊക്കെ കണ്ട? ഈ സംഘടനയ്ക്കകത്ത് കിടന്ന് അവളെ അനുഭവിക്കുന്ന നീയൊക്കെ കണ്ട? നിന്റെ കണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്നത് കുറെ ഫെമിനിസ്റ്റുകളുണ്ടല്ലോ, ഓളകള്. ഒരുത്തികളുടെയും വാ തുറക്കുന്നില്ല, എല്ലാം അതിന് അണ്ണാക്കി പിരിവെട്ടി ഇരിപ്പുണ്ട്. നിന്റെയൊക്കെ ഫേക്ക് ഫെമിനിസം കൊണ്ട് നടക്കുന്ന എന്തിനാടി കോപ്പുകളെ? ഇതുപോലത്തെ കേസിലൊന്നും തൊടത്തില്ല. തൊട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടിനി ടോമിനെ പോലെയുള്ള പ്രമുഖന്മാരല്ലേ, അതുകൊണ്ട് തൊടൂല, സംസാരിക്കത്തില്ല. നമ്മളെ പോലുള്ളവന്മാരെ കാണും. നമുക്കാണ് അന്തവും കുന്തവും ഒക്കെ ഇല്ല, നമുക്ക് ശരിയെന്ന് തോന്നുന്ന വിളിച്ചു പറയും. അല്ലാതെ ടിനി ടോമും ഇല്ല, ലാലേട്ടനും ഇല്ല, ബുക്കില്ല, അജിബയില്ല, എല്ലാം കിടക്കാം. നമ്മൾ ആരെ ഭാഗത്ത് ന്യായം തോന്നുന്നു അവിടെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകളുണ്ട്. ഒരക്ഷരം വേണ്ടാത്ത. അവളുടെ വോയിസ് കേട്ടോ, അവൾ സംസാരിക്കുന്നത് കേട്ടോ, അവളുടെ സങ്കടം കേട്ടോ, അവൾ അനുഭവിച്ച പീഡനങ്ങൾ കേട്ടോ, ഓരോന്നും കേട്ടോ? നീക്ക് എന്ത് ഫെമിനിസ്റ്റുകളൊന്നും മിണ്ടുന്നില്ല, അണ്ണാക്കി പിരിവെട്ടിയിട്ട് തോർത്ത് തിരികെ വെച്ചിരിക്കുന്നത് കോപ്പുകൾ. ഇങ്ങനെ കുറെ ഉളുപ്പില്ലാത്ത സാധനങ്ങൾ. വേറെ ഏതെങ്കിലും തീട്ട കേസുകളിൽ വന്ന് പിടിച്ചോളൂ അവിടെ, പെണ്ണെന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും എൻ്റെ പൊന്ന് ലാലേട്ട, മമ്മൂക്ക, പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, നിങ്ങളൊക്കെ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ച് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ. ലാലേട്ടനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ സീൻ വേറെയാവും. നിങ്ങൾ അമ്മയിലുണ്ടോ ഇല്ലേ അതൊന്നുമല്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ സീൻ വേറെയാവും. നിങ്ങളൊക്കെ ഇറങ്ങണം. കാരണം നിങ്ങളെ വച്ചിട്ട് ഒരു അപരാധം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ 5 പേരും തമ്മിൽ അവിഹിതമാണെന്ന്. അപ്പം ആ സ്ഥിതിക്ക് നിങ്ങൾ പ്രതികരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ കടയാടികളുടെ അലവടിച്ചിരിക്കുന്നത്. അതാണ് ചെയ്യേണ്ടത്. ഇനി ബാക്കി ന്യൂസ് ഇപ്പത്തെ കേട്ടോക്കാം. അമ്മ സംഘടനയിലെ പരാതിയിൽ നിയമ പോരാട്ടത്തിൽ അൻസിബ ഹസൻ രംഗത്തിറങ്ങുകയാണ്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. തൃപ്പൂണിത്തുറ SI നടി ലക്ഷ്മിപ്രിയ എന്നിവർക്കെതിരെ പരാതി നൽകി. 1 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി S ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, ഇപ്പോഴും അമ്മ ഇതൊരു ആഭ്യന്തര വിഷയമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരണമൊക്കെ ചോദിച്ച് ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ നമ്മുടെ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരികയാണ്, പോലീസ് നടപടികളിലേക്ക് ഈ വിഷയങ്ങൾ വരികയാണ്.
അതേത് തലത്തിലാണ് ഇത് മാറുന്നത്? അനൂപ്, ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടാക്കിയൊരു പൊല്ലാപ്പിൻ്റെ തുടർച്ചയിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു പരാതിയിലേക്ക് പോയിരിക്കുന്നത്. അത് ആഭ്യന്തരമന്ത്രിക്ക്, ആഭ്യന്തര സെക്രട്ടറിക്ക്, ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിക്ക്, ഇവർ 3 പേർക്കുമാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ എതിർപക്ഷത്തുള്ള 2 പേർ എന്ന് പറയുന്നത് നടി ലക്ഷ്മിപ്രിയയും അതുപോലെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI ആയിട്ടുള്ള രേഷ്മയുമാണ്. ഇതിൽ അൻസിബ നൽകിയിരിക്കുന്ന പരാതി പ്രകാരം പറയുന്നത്, അൻസിബ ലക്ഷ്മിപ്രിയയ്ക്ക് ജനുവരി മാസത്തിൽ എപ്പോഴോ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു. ഈ വാട്സപ്പ് മെസ്സേജ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് അതിനെ തെറ്റിദ്ധരിക്കുന്നു. ഇതേ തുടർന്ന് ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവിനും ഇടയിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെ തന്നെ ഒരു ദിവസം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് തന്നോട് ഈ SI രേഷ്മയും മറ്റും വളരെ മോശമായി പെരുമാറുകയും തന്നെ ഭീഷണിപ്പെടുത്തി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെ ഫോൺ ചെയ്യിച്ച് താൻ തെറ്റായൊന്നും ഉദ്ദേശിച്ചല്ല മെസ്സേജ് അയച്ചത് എന്നുള്ള മറുപടി തന്നിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അത് തനിക്ക് വലിയ അപമാനമുണ്ടാക്കി എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ ലക്ഷ്മിപ്രിയക്കെതിരെയും നടപടിയെടുക്കണമെന്നാണ് അൻസിബയുടെ ആവശ്യം. അതോടൊപ്പം തന്നെ തനിക്കുണ്ടായ അപമാനത്തിന് 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം വേണമെന്നും ഈ പരാതിയിൽ ആഭ്യന്തരമന്ത്രിയോടും DGPയോടും അൻസിബ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അത് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ഈടാക്കിയോ തനിക്ക് 1 കോടി രൂപ നൽകണം എന്നുള്ളതാണ് അൻസിബയുടെ ആവശ്യം. എന്തായാലും മാത്രമല്ല, ഈ സംഭവം പറഞ്ഞ് അമ്മ യോഗത്തിൽ പോലും തന്നെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നുവെന്നും അൻസിബ പരാതിയിൽ പറയുന്നുണ്ട്. ഇതെന്തായാലും ഈ അമ്മയിലെ ഈ 2 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തമ്മിലുള്ള തർക്കം ഒരു നിയമപരമായ പരാതിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതേസമയം ഇത് സംഘടനയുമായിട്ടൊരു ബന്ധവുമില്ലെന്നും സംഘടനയ്ക്ക് പുറത്ത് 2 വ്യക്തികൾക്കിടയിൽ നടന്നൊരു പ്രശ്നം മാത്രമാണ് എന്നുള്ളതുമാണ് താരസംഘടനയുടെ നേതൃത്വത്തിൻ്റെ ഒരു വിശദീകരണം. ഇതിനിടയിലുണ്ടായിരിക്കുന്ന മറ്റൊരു സംഭവവികാസം, അൻസിബ അടക്കം 4 താരങ്ങൾക്ക് ഇപ്പോഴുണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് അമ്മ ഓഫീസിൽ ഹാജരായി വിശദീകരണം നൽകണമെന്ന് അമ്മ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് അൻസിബയ്ക്ക് പുറമെ ടിനി ടോം, അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ, അതുപോലെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കുക്കു പരമേശ്വരൻ എന്നിവരോടാണ് ജൂൺ 1-ാം തീയതിക്കും 3-ാം തീയതിക്കും ഇടയിൽ നേരിട്ടെത്തി ഹാജരാവാനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ അൻസിബ പറയുന്നത് ഇനിയിപ്പോൾ അമ്മ നേതൃത്വത്തോട് തൻ്റെ പരാതികളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഒരു നിഷ്പക്ഷ സമിതി രൂപീകരിക്കണം. ആ സമിതിയിൽ രമേശ് പിഷാരടി, മാലാ പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ ഉണ്ടാകണം. അങ്ങനെ ഒരു സമിതി ഉണ്ടെങ്കിൽ മാത്രമേ തൻ്റെ പരാതികൾ ഇനി അമ്മ നേതൃത്വത്തോട് പറയാൻ താൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അൻസിബയുടെ നിലപാട്. അപ്പോൾ അൻസിബയുടെ ഈ ആവശ്യത്തോട് എങ്ങനെ സംഘടനാ നേതൃത്വം പ്രതികരിക്കുമെന്നുള്ളതും പ്രധാനമാണ്. ജൂൺ 21-ാം തീയതി സംഘടനയുടെ ജനറൽ ബോഡി യോഗം ചേരാനിരിക്കുകയാണ്. അപ്പോൾ ആ ജനറൽ ബോഡി യോഗത്തിന് മുന്നോടിയായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു സംഭവം ഒരു നിയമപരമായ ഒരു കേസിന്റെ രൂപത്തിലേക്കൊക്കെ മാറാനുള്ള സാധ്യത ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും അൻസിബയ്ക്ക് നീതി ലഭിക്കട്ടെ. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, പാതി വഴി വെച്ചിട്ട് ഇതൊരു ഒത്തുതീർപ്പാക്കി അൻസിബ പോകരുത്. കാരണം ഇതുപോലത്തെ കടയാടികൾക്കെതിരെ ശക്തമായിട്ട് നീ നിൽക്കണം. ഇതിപ്പോൾ മെയിൻ സ്ട്രീം ന്യൂസിൽ ചർച്ച ആയതുകൊണ്ട് തന്നെ നല്ല ഹൈപ്പുണ്ട് ഈ ഒരു കേസിൽ. അതുകൊണ്ട് നീ ഏതറ്റം വരെയും പോകണം. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതറ്റം വരെ പോയിട്ടാലും നിനക്കുള്ള നീതി നീ വാങ്ങി തന്നെ എടുക്കണം. ഈ 1 കോടിയൊക്കെ ഈ പറയുന്നത് പോലെ നീ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ഏതറ്റം വരെ പോയിട്ടാലും വാങ്ങിയെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇനി ഒത്തുതീർപ്പാക്കി ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടി തോളി കൈയിട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോണ്ടിരുന്ന നമ്മളെല്ലാം കൂടി മുഞ്ചിപ്പോവും. കേട്ടാ, നിനക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിച്ച് നമ്മളെല്ലാം പൊട്ടന്മാരായി പോകും. അതുകൊണ്ട് ഇത് വെറുതെ വിടാൻ പാടില്ല. കാരണം നിന്റെ 2ാം അച്ഛനായിട്ട് കൂട്ടി പറഞ്ഞ്, ലാലേട്ടനായിട്ട് കൂട്ടി പറഞ്ഞ് ജിഹാദി സെറ്റപ്പിലാക്കി ഇങ്ങനത്തെ പല വിഷയങ്ങളും നിന്റെ നെഞ്ചത്തോണ്ട് ഇട്ട് എന്ന് ഈ ടിനി ടോം അടക്കം ഒരുത്തിയും വെറുതെ വിടല്ലേ. ഈ ലക്ഷ്മിപ്രിയ നിന്നെ സ്റ്റേഷനിൽ 3 മണിക്കൂറോളം അവളെ സപ്പോർട്ടറായിട്ടുള്ള SIM പിടിച്ചിരുത്തിക്കൊണ്ട് നിന്നെ ഹരാസ് ചെയ്തു. അപ്പം ഇങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. നിന്നെ മാക്സിമം ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചു. നീ എനിക്ക് തോന്നുന്നു അവിടെ സത്യമായി പറയുകയും നിന്റെ കണ്ണിന് ശരിയെന്ന് തോന്നുന്നതിന് കൂടെ നിൽക്കുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ടായിരിക്കണം നിന്നെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചത്. എന്തായാലും സംഘടനയ്ക്കകത്ത് കുറേ ഫീൽഡ് ഔട്ട് സ്റ്റാറുകളെല്ലാം കൂടി ഇരുന്നും കൊണ്ട് നല്ല അടിപൊളി പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. കൊള്ളാം. അമ്മയെന്ന് മാറ്റിയിട്ട് ആൻറ്റി എന്ന കുഞ്ഞമ്മയുടെ മോനെന്നെല്ലാം ഇട്ടിട്ട് കയറി. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ലാലേട്ടനെയും കൂടി ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടിട്ടുണ്ട്. അൻസിബയ്ക്ക് ലാലേട്ടനായിട്ട് അവിക്ക് തന്നു. ലാലേട്ടൻ നിങ്ങളൊന്ന് പൊട്ടിത്തെറിക്കണം. നിങ്ങളിങ്ങനെ അവിക്ക് തൂറി പിണ്ടം പോലെ ഇരിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ബൈ.